എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് FIUGP എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് 4 ഇയർ UG പ്രോഗ്രാം ഇൻ ദ കോളേജസ് അഫിലിയേറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ആൻഡ് UITS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു രജിസ്ട്രേഷൻ ആയിട്ടുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് കളർ ജസ്റ്റ് ഒരു പച്ച കളർ ചുവപ്പ് കളറായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഘടന, അതായത് 4 വർഷത്തെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു അപേക്ഷ നൽകണം, അതുപോലെ ഓണേഴ്സ് ബിരുദം എങ്ങനെ പൂർത്തിയാക്കാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് 4 വർഷത്തെ ഈ ഒരു ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബിരുദാനന്തര ബിരുദ കോഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 2 സെമസ്റ്ററുകൾ ആദ്യം ചെയ്ത ശേഷം 3ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാനായിട്ട്, അതായത് മേജർ അല്ലെങ്കിൽ മൈനർ കോഴ്സിലേക്ക് മാറാനായിട്ട് അവസരം കിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജോ സർവകലാശാല തലത്തിൽ മാറി പഠനം തുടരാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് മൊബിലിറ്റി എന്നൊരു അവസരം നൽകിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് കോളേജ് അല്ലെങ്കിൽ സർവകലാശാല തലത്തിൽ നിങ്ങൾക്ക് മാറിയിട്ട് പഠനം തുടരാൻ പറ്റും. അതുപോലെ തന്നെ ഹൈബ്രിഡ് മോഡൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താൻ ഓരോ വിദ്യാർത്ഥിക്കും അവസരമാണ്. അതുപോലെ തന്നെ കാര്യക്ഷമമായ പരീക്ഷാ സമ്പ്രദായം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രവേശനം എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 4 വർഷ ഡിഗ്രി ഓപ്ഷനുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 4 വർഷം കോഴ്സിനോടൊപ്പം 4ാം വർഷം ഗവേഷണം കൂടി ഉൾപ്പെടുത്തി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 4 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കും. അതുപോലെ 3 വർഷത്തെ ബിരുദത്തിനായിട്ട് നിങ്ങൾക്ക് പ്രവേശനം നേടിയിട്ട് 3ാം വർഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പഠനം നിർത്താം. പ്രസ്തുത വിദ്യാർത്ഥിക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് വിജയകരമായിട്ട് നിങ്ങൾ ആ ഒരു 3 വർഷത്തെ കോഴ്സുകൾ ജയിച്ചു കഴിഞ്ഞാൽ 3 വർഷ ബിരുദം, അതായത് 3 ഇയർ UG ഡിഗ്രി ലഭിക്കും. ഇവർ ബിരുദാനന്തര ബിരുദം നേടാൻ ആഗ്രഹിക്കുന്ന പക്ഷം തുടർന്ന് 2 വർഷം പഠിക്കണം. അതായത് 3 വർഷത്തെ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം PGക്ക് വേണ്ടി പഠിക്കണം. അതേസമയം നിങ്ങൾ ഈ ഒരു ഓണേഴ്സ് ഡിഗ്രി, അതായത് 4 വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം മാത്രമാണ് PG ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് കൂടി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറലായാലും റിസർവേഷനായാലും മാനേജ്മെൻറ്റായാലും സ്പോർട്സ് കോട്ടയായാലും അല്ലെങ്കിൽ PWD, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, TLM, ലക്ഷദ്വീപ് ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥിയായിരുന്നാലും ഏകജാല സംവിധാനം വഴിയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ 2014 മെയ് 16 വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കുന്നതും ജൂൺ 7 അതായത് 2024 ജൂൺ 7 വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നതും ആയിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താം. അതായത് അപേക്ഷ നൽകി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഒരു ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ലോഗിൻ ചെയ്തുകൊണ്ട് ജൂൺ 7 മുമ്പ് തന്നെ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനായിട്ട് പറ്റും. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. കോളേജ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓപ്ഷൻ കൊടുത്ത കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകൾ, പ്രോഗ്രാമുകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റൗട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കാൻ പാടുള്ളതല്ല, അതായത് അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റൗട്ടും ഫീസ് അടച്ച റെസീറ്റും പ്രവേശന സമയത്ത് അതത് കോളേജിൽ ഹാജരാക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയും SC/ST കാറ്റഗറിക്ക് 350 രൂപയുമാണ് വരിക. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു അടച്ച ഫീസിൻ്റെ റെസീറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് തന്നെ ഈ ഒരു, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാംസ്, കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് മേജർ അതുപോലെ മറ്റ് സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ അറിയാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ ആ ഒരു സിലബസ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എവിടേക്കും പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കോഴ്സ് നോക്കാം. ഓഫേർഡ് ബൈ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അതായത് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പോൾ ബാച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം, സെമസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കോഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കോഴ്സിൻ്റെ കാറ്റഗറി ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ
അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്നാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോളേജ് ഓഫർ ചെയ്യുന്ന ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് ഇവിടെ അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ സിലബസാണ് അറിയേണ്ടത് അത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഡൗൺലോഡ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ സിലബസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലെ ആ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഓരോ കോഴ്സാണിത്, അതായത് ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസ് അതായത് ഓരോ പാഠഭാഗത്തിൻ്റെയും ഏതൊക്കെ പാഠഭാഗങ്ങളാണ് അത് ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. കാരണം ഏകദേശം കുറേ പേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അത് എല്ലാം നോക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് കോളേജസ് പ്രോഗ്രാംസ് എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഓഫേർഡ് ബൈ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ കോളേജസ് എന്നുള്ള ഓപ്ഷൻ പ്രോഗ്രാംസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്രോഗ്രാമുകൾ ആണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണുള്ളത്. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോളേജുകളിലാണ് ആ ഒരു കോഴ്സ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ള ഡീറ്റെയിൽസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് വേണമെങ്കിൽ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു കോളേജസ് എന്നുള്ള ഭാഗത്ത് ആ ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് നേരിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് kerala-university.ac.in എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോസ്പെക്ടസ് അതായത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇതേ രീതിയിൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് കിട്ടാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹോം പേജിലേക്ക് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് അതായത് ഈ ഒരു ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതായത് ഈ ഒരു പ്രോസ്പെക്ടസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ലഭിക്കാത്തത്. അപ്പോൾ നമുക്ക് നേരത്തെയുള്ള ആ ഒരു രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആ ഒരു പേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു പേജിൽ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകുന്നില്ല. അതായത് ഇവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ലോഗിൻ അല്ല, ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ. അതായത് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷമാണ് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ നൽകണം എന്നുള്ളത് സംബന്ധിച്ചുള്ള അതായത് ഹൗ ടു അപ്ലൈ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ലിങ്കുകളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. അതുപോലെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 7-ാം തീയതി വരെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് 20 ഓപ്ഷൻ വരെ നൽകാം. കോളേജും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഓപ്ഷൻസ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.